ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചേർന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ്. ഇതിന്റെ അത് രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജോർജറ്റിലും കോട്ടണിലും വരുന്ന കുർത്തീസ് ആണ്. രണ്ടും നല്ല ഭംഗിയായിട്ട് അത് വേറെയും പാകത്തിനുള്ളതാണ്. പാർട്ടി വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടോ അതെല്ലാം റെഗുലർ യൂസ് ആയിട്ടോ വേറെയും പാകത്തിനുള്ളതായിട്ടോ അതും ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പ്രാവശ്യം ഗീവ് അവേ കൊടുക്കുന്നത്. യൂട്യൂബിൽ വരുന്ന കമന്റ് ബോക്സിനും അതുപോലെ ഫേസ്ബുക്കിൽ വരുന്ന കമന്റ് ബോക്സിനും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റ് ബോക്സിനും എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കമന്റ് ചെയ്യുക. ജസ്റ്റ് സ്മൈലിയോ അല്ലെങ്കിൽ ലവ് ഫേസോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനുള്ള സജഷൻസോ ഒപ്പീനിയൻസോ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക മാത്രം ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സമയങ്ങളേതും കുർത്തീസാണ്. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്, നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂനെക്കാണ് ഞാൻ വേറെ ഇരിക്കുന്നത്. ഈ സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ ടോണിൽ വരുന്ന കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എലൈൻ പാറ്റേണിലാണ്, അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ്, ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവ് പക്ഷേ ചേർത്തടിക്കുകയാണെങ്കിൽ അത്ര സീ ത്രൂ ഒന്നും ആവുന്ന ടൈപ്പ് അല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ വരുന്നത്. ഇതുപോലെ വരും കേട്ടോ. ഈ പോർഷൻ നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവ് ഇതുപോലെയായിട്ട് വരുന്നത്. അങ്ങനെ അധികം സീത്രൂ ഒന്നും ആവത്തില്ല, നമ്മൾ ചേർത്തടിച്ചാൽ മാത്രം മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഈ കുർത്തിക്ക്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു പീച്ചിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിന്റെ അതും സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. നെക്ക് യൂണിക് തന്നെയാണ്. ഈ ഓപ്പോഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം കളർ ടോണിൽ വരുന്ന കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് എലൈൻ പാറ്റേണിലാണ് വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് കേട്ടോ. ഇതിന്റെ അകത്ത് വരുന്ന ഡിസൈൻ ഇതാണ്. ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പീച്ച് ഷെയ്ഡാണ്. ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രേ പോയിന്റ് ഷെയ്ഡാണ്. ഗ്രേ പോയിന്റ് തന്നെ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്, ഭയങ്കര ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡല്ല. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സെയിം കളർ ടോൺ കട്ട് ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 550. അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ബ്രൗണിന്റെ ഒരു പേസ്റ്റൽ ബ്രൗണും അതുപോലെ തന്നെ ഒരു ഗ്രേയുടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിന്റെ അതും സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 550. അടുത്ത കളർ വന്നിട്ട് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അത് കോഫി ബ്രൗണിന്റെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡാണ്. ഇതിന്റെ അതും സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എലൈൻ പാറ്റേണിലാണ് വിത്ത് ലൈനിങ് ആണ്, ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. ലെങ്ത് വരുമ്പോഴത്തേക്ക് 47 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാം. അതൊരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതും DTDC ത്രൂ ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതും പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അതും അജ്രക്കിന്റെ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടോ അതല്ല റെഗുലർ യൂസിനോ ഓഫീസ് യൂസിനോ ഒക്കെ പാകത്തിനുള്ള കുർത്തിയാണ്. അതും ഈ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും യോ പോർഷനിൽ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ബേസ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മൾട്ടി കളേഴ്സിൽ വന്നിരിക്കുന്ന അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്കിന്റെ ഓഫ് വൈറ്റ് ബ്രിക്ക് റെഡിന്റെ ഒക്കെ ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ബോഡി പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ്. യെല്ലോന്റെ അകത്ത്
സിഗ്സാഗിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു ആഷിന്റെയും അതുപോലെ തന്നെ റെഡിന്റെയും ഓഫ് വൈറ്റിന്റെയും കൂടി കോമ്പിനേഷനിലാണ് സിഗ്സാഗ് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ആ യു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം വൈഡായിട്ട് നിൽക്കുന്ന യു നെക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യോക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ഉണ്ടോ. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ബേസ് കളർ ഗ്രീൻ ആണ്. നല്ല ഹെവി ആയിട്ട് നമ്മുടെ ഈ ഓരോ അജ്രക് ഡിസൈൻസിനും ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിൽ നമ്മുടെ യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട്. ക്ലോസ് അപ്പിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് യോക്ക് പോർഷൻ. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും. ബോഡിയിലേക്ക് സിഗ്സാഗ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ലിമ്മി ഫീലിംഗ് കിട്ടും നമുക്ക്. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഒരു 47 ഇഞ്ച് ലെങ്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. താഴേക്ക് ഇതുപോലെ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ആരും മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടെന്ന് റിവേഴ്സ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ വന്നിരിക്കുമ്പോൾ യെല്ലോ ഷെയ്ഡാണ്. യെല്ലോൻ്റെ അത് ഫുള്ളായിട്ട് അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഓപ്പോഷൻ കാണാനായിട്ട്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ്റെ അകത്ത് സിഗ്സാഗ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രിക്ക് റെഡിന്റെയും ബ്ലാക്കിന്റെയും ഓഫ് വൈറ്റിന്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സിഗ്സാഗ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഈ സിഗ്സാഗ് ഡിസൈനൊക്കെ വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു സ്ലിമ്മി ഫീലിംഗ് കിട്ടുന്ന ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിൽ നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ ഈ ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുമ്പോൾ ഒരു 47 ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 പാറ്റേണിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് കാണിച്ചത് ജോർജറ്റ് മെറ്റീരിയലാണ്. നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട്. അതും അജ്രക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഈ 2 കുർത്തീസും നല്ല ഭംഗിയാണ്. 2 നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. അതും നല്ല കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യട്ടെ. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യും. അതല്ല ഇനിയിപ്പോൾ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലെ ഇൻസ്റ്റയിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.